പുറത്താക്കിയപ്പോൾ കാണാതെ പോയ വേദനയും സങ്കടവും ഒക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഖാർഗെ ഉപരാഷ്ട്രപതിയുടെ ഓഫർ നിരസിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്തുമസ് ദിനത്തിൽ കൂടിക്കാഴ്ച നടത്താനുള്ള തന്റെ ഓഫർ നിരസിക്കരുത് എന്നുള്ള കത്ത് ഉപരാഷ്ട്രപതി ഖാർഗെക്ക് അയച്ചത്. എന്നാൽ അങ്ങനൊരു കത്ത് കീറി എറിഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് 146 പ്രതിപക്ഷ കക്ഷികളെ സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിയപ്പോൾ ഈ വേദനയൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ഖാർഗെ നടത്തുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമെന്നല്ല, അതീവ ഗുരുതരമായ സംഭവ വികാസങ്ങൾ പാർലമെന്റിനകത്ത് നടക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് വിചിത്രമായി കണ്ട് പുറത്താക്കിയ BJPയുടെ നിലപാടിനെ, കേന്ദ്രത്തിന്റെ നിലപാടിനെയൊക്കെ ഇങ്ങനെ കാണാനേ ഖാർഗെ എന്ന രാഷ്ട്രീയ നേതാവിന് പറ്റൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം BJP ആയിരുന്നുവെങ്കിൽ അവരും സുരക്ഷാ വീഴ്ചയെ ഇങ്ങനെയൊക്കെ തന്നെ നേരിടുകയുള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഭരണപക്ഷത്തിരിക്കുന്നവർ സഭയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകുമെന്നുള്ളതാണ്. അത് കോൺഗ്രസുകാരാണ് എങ്കിൽ. ഡൽഹിക്ക് പുറത്തായതുകൊണ്ട് കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ കഴിയില്ലെന്നാണ് ഖാർഗെ അറിയിച്ചുകൊണ്ടാണ് വീണ്ടും ജഗദീപ് ധൻഖറിന്റെ ഓഫർ ലെറ്റർ കീറിയെറിയുന്നത്. ഇവിടെ സഭയിലെ പ്രതിപക്ഷത്തോട് അറിയാതെ സുപ്രധാന ബില്ലുകൾ അത്രയും തോന്നിയപടി പാസാക്കിയതിൽ അമർഷവും ഖാർഗെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്പീക്കർ സഭയുടെ സംരക്ഷകനാണ്. സഭയുടെ അന്തസ് നിലനിർത്തുന്നതിനും പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിലും സ്പീക്കർ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. BJP നേതാവായിട്ടോ ഒരു പ്രവർത്തകനായിട്ടോ അല്ല ആ കസേരയിലിരിക്കുന്നത്. അത് ഉപരാഷ്ട്രപതിയുടെ കസേരയാണ്. അഥവാ ജനാധിപത്യ രാജ്യത്തിന്റെ രാജ്യസഭയുടെ ചെയർമാൻ കസേരയാണ്, അല്ലാതെ പാർട്ടി കസേരയിലല്ല. പക്ഷെ കൈകൊണ്ട നിലപാടോ BJP എന്ന പാർട്ടിയുടെ അജണ്ട. അപ്പോൾ പിന്നെ രാജ്യസഭാ ചെയർമാന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമായിട്ടേ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഖാർഗെക്ക് കാണാനാവൂ. സഭ തടസ്സപ്പെടുത്തിയത് ആസൂത്രിതവും തന്ത്രപരവുമാണെന്നായിരുന്നു പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയുള്ള ഉപരാഷ്ട്രപതിയുടെ വിമർശനം. ഈ സഭാ കാലയളവിൽ സഭ തടസ്സപ്പെടുത്തിയതിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ആസൂത്രിത പങ്ക് ചൂണ്ടിക്കാട്ടി അപമാനിക്കാൻ താനില്ല എന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് ധൻഖർ ഒടുവിൽ പറഞ്ഞിരുന്നത്. തുടർന്നാണ് ഡിസംബർ 25-ന് കൂടിക്കാഴ്ച നടത്താമെന്ന് കാട്ടി ധൻഖർ ഖാർഗെയെ ക്ഷണിച്ചത്. എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇല്ല, കൂടിക്കാഴ്ചക്കില്ല എന്നുള്ള ഖാർഗെയുടെ ഒറ്റ മറുപടി. നിലപാടിന് വിരുദ്ധമായി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയും സഭാ നടുത്തളത്തിൽ പ്രവേശിച്ചും സഭയിൽ നടത്തിയ ബോധപൂർവമായ ക്രമക്കേടാണ് പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തതിന് കാരണമെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ സ്വച്ഛാധിപത്യവും ധിക്കാരപരവുമായ മനോഭാവത്തെ ന്യായീകരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഉപരാഷ്ട്രപതി ചെയ്യുന്നതെന്നായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. എന്തായാലും ആ കത്ത് ചവറ്റുകൊട്ടയിലായി.